പോവാ പോവാ ആനയ്ക്ക് മമ്മമ്മ കൊടുക്കണ പോവാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം നമ്മളൊക്കെ ഒന്ന് പുറത്ത് പോവുകയാണ് കേട്ടോ. നമ്മളെന്ന് പറഞ്ഞാൽ ഞാനും ശ്രുതി ആമിക്കുട്ടിയും കൂടിയാണ് പോകുന്നത്. വേറെ എങ്ങോട്ടും അല്ല കേട്ടോ. ഇവിടെ നിന്നും 17 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന മുതുമല ടൈഗർ റിസർവിലേക്കാണ് നമ്മൾ പോയുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലാണ് മുതുമല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. നീലഗിരി ബയോസ്ഫിയർ റിസർവിൽപ്പെട്ട ഇത് 1990 രൂപം കൊണ്ടിട്ടുള്ളത്. അവിടെ ഒരു ആന പരിശീലന കേന്ദ്രമുണ്ട്. ഞങ്ങൾ അവിടെ മുന്നേ പോയിട്ടുണ്ട്, ഞാനും ശ്രുതിയും കൂടി. അന്ന് ആമിക്കുട്ടി ഇല്ലായിരുന്നു. പക്ഷെ അവളെയും കൊണ്ടൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ അവളെയും കൊണ്ടാണ് ഇപ്പോൾ പോയോണ്ടിരിക്കുന്നത്. യാത്രകളെല്ലാം എന്നും ഒരു ലഹരിയാണ്. ബാക്കിയെല്ലാം മറവിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് കാട് കയറി ഇങ്ങനെ ടൂ വീലറിൽ പോകുമ്പോൾ ആഹാ അന്തസ് അല്ലേ. അപ്പോൾ ഇരുപുറവും കാടാണ് കേട്ടോ. വേനലിൻ്റെ സംഘർഷം കൊണ്ടാവും പച്ചപ്പെല്ലാം നഷ്ടപ്പെട്ട് ഇലകൾ പൊഴിച്ച് ഇങ്ങനെ ആകാശം നോക്കി നിൽക്കുന്നത്. ഒരു തീപ്പൊരി കൊണ്ട് കാട്ടുതീയാകും എന്ന ഉൾഭയത്തിൽ ഇരുവശമുള്ള ഉണങ്ങിയ പുല്ലുകളെല്ലാം സസൂക്ഷ്മം കത്തിച്ച് ഒഴിവാക്കിയിട്ടുണ്ട് ഫോറസ്റ്റ് അധികൃതർ. ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് പോകുമ്പോൾ ഇടയ്ക്ക് കാണുന്ന മാനും മയിലും കുരങ്ങും ആനയും കാട്ടുപന്നിയും ഒക്കെ കണ്ണിന് കുളിർമയേകുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ടൊക്കെ തന്നെയല്ലേ നമുക്കിങ്ങനെ കാട് കയറാൻ ഭയങ്കര ഇഷ്ടം. ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും മുതുമല കാടുകൾ സന്ദർശകർക്ക് പ്രിയപ്പെട്ടതാവുന്നത്. എത്ര തവണ കണ്ടാലും ആദ്യമായിട്ട് കാണുന്നൊരു ഫീല് വരുന്നതും. എന്ന് പറഞ്ഞ് ഞങ്ങൾ മുതുമല ടൈഗർ റിസർവിൽ എത്തിയിട്ടോ. അപ്പോൾ മൊയ്യാർ നദീ തീരത്താണ് ഈ എലിഫൻറ്റ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കാട്ടിലേക്ക് കയറി പോകുന്ന ആനകൾ അവിടുത്തെ മേച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് 5:30-ക്കുള്ള ഫുഡ് കൊടുക്കലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് കുറച്ച് മുന്നേ വന്നിട്ട് അവർ ഈ നദീതീരത്തല്ല നദിയിലേക്ക് വന്നിട്ട് കൂലിയൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ച് ക്യാമ്പിലേക്ക് പോവുക. അപ്പോൾ അവിടെ കാണുന്ന വിഷ്വൽസിൽ കണ്ടില്ലേ, കുട്ടികളാണ് അതിനെ കുളിപ്പിക്കുന്നത്. അതായത് ഇവിടുത്തെ ട്രൈബൽസ് തന്നെയാണ് ഇവിടുത്തെ ക്യാമ്പിലുള്ള ഒരുവിധ സ്റ്റാഫ് കാര്യങ്ങളൊക്കെ. ഇവിടെയുള്ള കോട്ടേജും വീടൊക്കെ അവരുടെ തന്നെയാണ്. അപ്പോൾ ഈ കുട്ടികളും തന്നെ എന്നും കാണുന്ന കാഴ്ച ആയതുകൊണ്ടായിരിക്കും അവർക്ക് ആനേനെയൊന്നും പേടിയില്ല. അപ്പോൾ അവർ ആനേനെ കുളിപ്പിക്കുന്നിടത്തൊക്കെ വന്നിട്ട് ആനേൻ്റെ പുറത്തൊക്കെ കയറി കളിക്കുന്നുണ്ട്. ആമിക്കുട്ടി അങ്ങനത്തൊക്കെ കണ്ടിട്ട് ആകെ വണ്ടടിച്ചിരിക്കുകയാണ് കേട്ടോ. അത് ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഒരു ആന ആ നദിയിൽ നിന്ന് കയറി വന്നിട്ട്, അതായത് കുളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കയറി വന്നിട്ട് കുറച്ച് സൈഡിൽ കൂടി കൊണ്ട് ഇറങ്ങിയിട്ട് പിന്നെ നദിയിലേക്ക് തന്നെ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതമാണ്, ഇങ്ങനെ അടുത്ത് നിന്നിട്ട് ഇങ്ങനത്തെ കാഴ്ചകൾ കാണുമ്പോൾ. പിന്നെ ആ രണ്ടാന കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ കാത്തുക്കുകയാണ്. അങ്ങനെ ഞാനും കുറേ നേരം അതൊക്കെ വീഡിയോ എടുത്ത് നിന്നു. അപ്പോൾ ഇങ്ങോട്ടേക്കൊന്നും അങ്ങനെ ഇറങ്ങാൻ പാടില്ല. ഇതൊക്കെ ശരിക്കും ഫോറസ്റ്റ് അധികൃതർ ബാൻ ചെയ്ത സ്ഥലമാണ്. അതായത് നമ്മൾ അങ്ങോട്ട് പോകാൻ പാടില്ല. എന്തിനാ അധികം പറയുന്നത്, നമ്മൾ ഈ ഫോറസ്റ്റിലേക്ക് വരുമ്പോൾ റോഡിൻ്റെ സൈഡിലെ അനിമൽസിനെ കണ്ടാൽ നമ്മളവിടെ അറിയാതെ നിർത്തിപ്പോവും. പക്ഷേ അതുപോലും പാടില്ല, അതിനൊക്കെ ഫൈന് കിട്ടും. സോ ഇങ്ങനെ ഇങ്ങോട്ടേക്കൊക്കെ വരുന്നത് ക്രൈമാണ്. അത് ക്രൈമെന്നല്ല, ഫൈന് വരുന്നതാണ് അവിടുത്തെ സ്റ്റാഫുകൾ പറയുന്നത്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ആന ഇങ്ങനെ എണീറ്റ് പോകുന്നതൊക്കെ കണ്ടു നിന്നു. പിന്നെ അവിടെ തന്നെയുള്ളൊരു സ്റ്റാഫ് നമ്മളടുത്ത് പറയണ്ടായി, ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് ഫൈന് കിട്ടുട്ടോ, നിങ്ങളെ എന്താ പറയുക വിഷമിപ്പിക്കുകയല്ല, പക്ഷേ സത്യാവസ്ഥ അതാണ്. അപ്പോൾ എന്താണെങ്കിലും വേണ്ട, സുധീനെ ഞാൻ കുറച്ച് അങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞിട്ട് അവരൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നിർത്തി. ഇതിന് മുന്നത്തെ തവണ വന്നപ്പോൾ ഞാനും ശ്രുതിയും കൂടി ഈ നദീതീരത്ത് തന്നെ, പക്ഷെ കുറച്ച് അപ്പുറത്തായിട്ടാണ് ഞങ്ങൾക്കൊരു ചെയർ കിട്ടിയിട്ട് അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഒരുപാട് നേരം ഇതിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ചെയറൊന്നും കിട്ടിയില്ല. അങ്ങനെ ആന കുളിക്കുന്ന സീനൊക്കെ കണ്ട് കുറേ നേരം നിന്നിട്ട്, എത്ര നേരമാണ് നിന്നതെന്ന് അറിയില്ല. അപ്പോൾ 5:30 മുതൽ 6 മണി വരെയാണ് ആനകളെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള സമയം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട്, 60 രൂപ. എനിക്ക് ശ്രുതിക്കും കൂടി 60 രൂപയാണ് ആയത്. കുട്ടികൾക്ക് പിന്നെ ചാർജ് ഇല്ല. അങ്ങനെ ക്യാൻറ്റീനിൽ കയറിയിട്ട് ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും. അതായത് എലിഫൻറ്റ് ക്യാമ്പിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഈ മസനഗുഡി റോഡിലേക്കാണ് നമ്മുടെ എലിഫൻറ്റ് ക്യാമ്പ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുരങ്ങന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ കുരങ്ങന്മാർ എന്താണെന്ന് വെച്ചാൽ വരുന്ന സന്ദർശകരുടെ കയ്യിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ തട്ടിപ്പറിച്ച് കൊണ്ടുപോകും ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ പ്രത്യേകം മെൻഷൻ ചെയ്ത് ബോർഡ് വെച്ചിട്ടുണ്ട്, ആരും ഫുഡ് ഐറ്റംസ് ഒന്നും കയ്യിൽ കരുതരുതെന്ന്. അങ്ങനെ ഇവിടെ എത്തിയിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തത് കാരണം ഉള്ളിലേക്ക് കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും ആൾക്കാർ അവിടെ കയറാനുള്ളത് കേട്ടോ. പ്രത്യേകിച്ച് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് ക്രൗഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതിന് മുന്നേ ഞങ്ങൾ വന്നപ്പോൾ ഇത്ര തന്നെ ക്രൗഡ് ഇല്ലായിരുന്നു. അതായത് ഞങ്ങളൊരു എന്താ പറയുക വർക്കിംഗ് ഡേയിലായിരുന്നു തോന്നുന്നു. ഇതിപ്പോൾ ഹോളിഡേ ആയതുകൊണ്ട് ആൾക്കാരുണ്ട്. അങ്ങനെ ആമിക്കുട്ടി വേഗം അവിടെ കണ്ടൊരു ബേബീൻ്റെ അടുത്ത് കമ്പനി അടിക്കാനൊക്കെ നോക്കി, പക്ഷേ ഏറ്റില്ല. ഇപ്പോൾ ആമിക്ക് അറിയാം നമ്മൾ പോകുന്നത് ഒരു ഫോറസ്റ്റിലേക്കാണ്, അല്ലെങ്കിൽ ഒരുപാട് ആനിമൽസിനെ നമ്മൾ ഓൾറെഡി കണ്ടല്ലോ, കുരങ്ങും മാനും കാട്ടുപന്നിയും മയിലും അങ്ങനെ ഒരുപാട് ഐറ്റംസിനെ കണ്ടതുകൊണ്ട് അവൾ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് അതിനകത്ത് കയറുന്നതിന്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമുക്ക് ഒരുപാട് ആനകൾക്ക് ഫീഡ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നു. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് തെപ്പേക്കാട് എന്ന് പറയുന്ന ആനകളുടെ സ്വർഗത്തിലാണ് കേട്ടോ. ഈ ആനപ്പെരുമ ഇന്ന് അറിയപ്പെടുന്നത് ദ എലിഫൻറ്റ് വിസ്പേഴ്സ് എന്നുള്ള ഡോക്യുമെൻ്ററി ആയിട്ടാണ്. അതായത് 2022 ബെസ്റ്റ് ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം അവാർഡായിട്ട് ഇത് സെലക്ട് ചെയ്തത്. ഇതിനകത്ത് ഉള്ള രഘു ഭൂമിയൊക്കെ ഇവിടെ നമ്മൾ കയറി ചെല്ലുന്ന ഭാഗത്ത് തന്നെ ഉണ്ട് കേട്ടോ. കുട്ടിക്കുറുമ്പന്മാരാണ്. അപ്പോൾ അവരെ കണ്ടപ്പോൾ ഞാൻ ആദ്യം തന്നെ അങ്ങോട്ടാണ് പോകുന്നത്.
7-4 വയസ്സുള്ള കുട്ടി കുറുമ്പന്മാരാണ് കേട്ടോ. 2 പേരും ഇടം തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. കാരണമൊന്നും അറിയില്ല. പക്ഷെ ആദ്യം ഇവരാണ് എത്തിയതെന്ന് തോന്നുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെ കുറച്ച് നേരം കണ്ടു നിന്നു. ബൊമ്മി എന്ന് പറയുന്ന ഒരു പെണ്ണാനിയാണ് കേട്ടോ, രഘു എന്ന് പറയുന്നത് ആണാനും. അപ്പോൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ രസമുണ്ട്. പിന്നെ ആനക്കുട്ടികൾക്ക് ഒരു പ്രത്യേക ഒരു ഭംഗിയുള്ള ക്യൂട്ട്നെസ് ഓവർലോഡായിട്ട്. അപ്പോൾ അത് കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. അങ്ങനെ ബാക്കിയുള്ള ആനകളൊക്കെ കുളി കഴിഞ്ഞിട്ട് ഇങ്ങനെ കയറി വരുന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെ കാണുന്ന ആ ചെറിയ കെട്ടിടത്തിലാണ് സഞ്ചാരികൾക്ക് നിൽക്കാനുള്ളത്. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതിനുള്ള ഫുഡൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. റെഡിയാക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഓരോ ആനകളുടെ പേര് എഴുതിയിട്ടുള്ള നെയിം പ്ലേറ്റ് കാണുന്നില്ലേ, അവിടെ ഫുഡുണ്ട്. അപ്പോൾ അതിനകത്ത് രാഗി, റൈസ്, പിന്നെ ഉപ്പ്, ശർക്കര, കരിമ്പ്, തേങ്ങ ഇതൊക്കെയാണ് ഇവർക്ക് ഫുഡായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഞാനും ആമയും കൂടി ഒരു സ്ഥലത്ത് വന്നിട്ട് നിന്നു കേട്ടോ. നല്ല തിരക്കുണ്ട് അവിടെ, മുന്നിലേക്ക് നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ അവിടെ ഒരു ആനഗിരി എന്ന് പറയുന്ന ആനയുടെ സ്ഥലത്ത് ആ ആന വന്ന് നിന്നു കേട്ടോ. അതിനുള്ള വേപ്പെണ്ണയാണ് ഇപ്പോൾ കാലുമ തേച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കൊമ്പിലും തേച്ച് കൊടുക്കും കേട്ടോ. ഇതൊക്കെ ഇവരുടെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഓരോ ആനകളുടെ ആരോഗ്യം മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ നടക്കുന്ന തന്നെ ഈ കാട്ടിൽ നിന്ന് പരിക്കേറ്റിട്ട് അല്ലെങ്കിൽ വയ്യാണ്ടൊക്കെ ആയിട്ട് കൊണ്ടുവരുന്ന ആനകൾക്കുള്ള സുഖചികിത്സയും കാര്യങ്ങളുമാണ്. അങ്ങനെ ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ കാട്ടാനകളെ മെരുക്കാനും പിന്നെ കാട്ടാനകളെ ഓടിക്കാനൊക്കെ ഉള്ള കുംക്കിയാനകളായിട്ടാണ് പിന്നെ ഇവരെ ഉപയോഗിക്കുന്നത്. അരിക്കൊമ്പനെയൊക്കെ മെരുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ആനകളെ കൊണ്ടുവന്നൊക്കെ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക, കുസൃതി കാണിക്കുന്ന കുഞ്ഞൻ ആന തൊട്ടിട്ട് കുറുമ്പ് കാണിച്ചിട്ട് നല്ല ചീത്ത കേട്ടുള്ള വലിയ ആനകൾ വരെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് അനുസരണയോടെ ഈ ഇരുമ്പ് മതിലിൻ്റെ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുവാണ് കേട്ടോ. അവർ ഫുഡിന് വേണ്ടി വെയിറ്റ് അടിച്ച് നിൽക്കുകയാണ്. നല്ലൊരു സീനാണ്. അപ്പോൾ ഒരു ലോങ് ബെല്ലോട് കൂടിയിട്ടാണ് ഇവർക്കുള്ള ഫുഡ് കൊടുക്കുക. അപ്പോൾ ഈ ആന എന്താ അറിയില്ല, ഒരുപാട് കരയുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് വന്നിട്ട് അതിൻ്റെ പാപ്പാൻ അതിൻ്റെ കണ്ണൊക്കെ തുടച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവരിങ്ങനെ അതായത് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നല്ലൊരു കാഴ്ചയാണ്. എനിക്ക് കുറേ നേരം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ആനകൾക്കുള്ളത്, അതായത് ഈ ബെല്ലടി കേൾക്കുമ്പോൾ ആനപ്പാപ്പാൻ തന്നെ ചെന്നിട്ട് അവരുടെ ആനയുടെ പേര് എഴുതിയിട്ടുള്ള അവിടുത്തെ ഫുഡെല്ലാം വേണ്ട പോലെ മിക്സ് ചെയ്തെടുത്തിട്ട് വലിയ വലിയ ഉരുളകളാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. ഏകദേശം ഒരു 10-27 ആനകൾ ഉണ്ടെന്നാണ് ഇവരെ കണക്ക് പറയുന്നത്. പക്ഷെ നമുക്ക് അത്രയൊന്നും കാണാൻ പറ്റിയിട്ടില്ല. എങ്ങനെ പോയാലും ഒരു 10-15 ആനകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഓരോരുത്തർ വരുന്ന സമയമൊക്കെ മാറി മാറി ഇരിക്കുന്നുണ്ട്. 5:30 തൊട്ട് 6 മണിയെന്ന് പറഞ്ഞെങ്കിൽ കൂടിയിട്ടും ഇവിടെ 6 മണിക്കാണ് ആ ലോങ് ബെല്ലടിച്ചത് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. 6 മണിക്ക് ബെല്ലടിച്ചിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. അപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ ഇവിടെ എങ്ങനെയാണെങ്കിൽ ഒരു 8 ആന 9 ആനയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. 2 കുട്ടി കുറുമ്പന്മാരടക്കാട്ടോ ഞാനീ പറയുന്നത്. നീണ്ട ബെല്ലടിക്ക് ശേഷം ഫുഡ് എത്തിട്ടോ. അപ്പോൾ ഓരോരുത്തർക്കുള്ള ഫുഡ് അവരുടെ പാപ്പാമാർ തന്നെയാണ് പോയിട്ട് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന്, അതായത് ആ തട്ടത്ത് നിന്ന് അതിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങോട്ടേക്ക് വരാൻ കുറച്ചും ലേറ്റായ പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഗിരിയുടെ പാപ്പാനൊക്കെ ഇവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ആരാണ് എടുത്തു കൊണ്ടുവരുന്നത് എന്നുള്ളത് നമ്മളിങ്ങനെ അക്ഷമയോടെ കാത്തു നിൽക്കുകയാണ്, ആരെ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ അങ്ങോട്ട് കുട്ടിക്കുറുമ്പന്മാർക്കുള്ള ഫുഡ് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അവിടെ രഘുവിൻ്റെയും ബൊമ്മിയുടെയും ഒക്കെ പാപ്പാമാരൊക്കെ മാറിയിട്ടുണ്ട്. പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ബൊമ്മിയുടെ പാപ്പാന് ബൊമ്മൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ പേര് നല്ല മാച്ചായിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഇവരിങ്ങനെ കഴിക്കുന്ന സമയത്താണെങ്കിൽ അപ്പുറത്തൊക്കെ മാനൊക്കെ വന്ന് നോക്കി പോകുന്നുണ്ട്. അതുപോലെ തന്നെ മയിലുണ്ട്, കുരങ്ങന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്, ഈ ആനകൾ ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് മറ്റേ എന്താ പറയുക, ഹനുമാൻ കുരങ്ങ് എന്ന് പറയുന്ന ആ ഒരു ഐറ്റം വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇവരെ വായിൽ നിന്ന് പൊടിഞ്ഞു പോകുന്ന ഐറ്റംസൊക്കെ എടുത്ത് വായിലിടും. അങ്ങനെ ഗിരിക്കുള്ള ഫുഡ് വന്നിട്ടോ ആദ്യം ഒരു ശർക്കര അങ്ങനെ എന്തോ ഒന്ന് ആദ്യം വായിലിട്ടിട്ടാണ് പിന്നെ ഈ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ അവരത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അതാണ് അതിൻ്റെ ഒരു രീതി, അവർ ചെയ്യുന്നതിനെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. ഏഷ്യയിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള എലിഫൻറ്റ് ക്യാമ്പാണ് തെപ്പേക്കാട് എലിഫൻറ്റ് ക്യാമ്പ്. അപ്പോൾ നമുക്ക് അഭിമാനിക്കാം ശരിക്കും നമ്മുടെ നാട്ടിലാണ് ഈ ആന ക്യാമ്പ് ഉള്ളത് എന്നുള്ളത്. അങ്ങനെ ആനകളുടെ ഫുഡടിക്ക് ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി എന്താ പറയുക, ലാസ്റ്റ് പ്രൊസീജിയറായിട്ട് ഈ കൊട്ടത്തേങ്ങയും കരിമ്പൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റൈസിൻ്റെ ഒക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഗിരിക്കുള്ള ഒരു എന്താ പറയുക വലിയ ഉരുളായിട്ട് പാപ്പാൻ വന്നിട്ടുണ്ട്. അപ്പുറത്തൊക്കെ ഏകദേശം കൊട്ടത്തേങ്ങയൊക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ കണ്ടു. ആളുടെ ഒരു നിൽപ്പും ഭാവമൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ. ഇതാണ് ഈ ആനച്ചന്ത എന്ന് പറയുന്നത്. എങ്ങനെ കണ്ടാലും എത്ര കണ്ടാലും നമുക്ക് പിന്നെയും കാണാൻ തോന്നുന്ന ഒരു മൃഗമാണ് ആന എന്ന് പറയുന്നത്. എവിടെ ആന വന്നെന്ന് കേട്ടാലും മലയാളികൾ ഓടിയെത്തും. അങ്ങനെ അവിടുത്തെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് അവിടെ നമ്മുടെ കുട്ടി കുറുമ്പൻ അവിടെ നിന്നിട്ട് മണ്ണ് വാരിയിടാൻ പോവുകയാണ് കേട്ടോ മേത്തേക്ക്. എനിക്കത് കണ്ടിട്ട് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി മണ്ണ് കുളിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ ആൾ മണ്ണിലൊക്കെ കുളിച്ചു. ഇവിടെ സൺസെറ്റൊക്കെ ആയി. അപ്പോൾ ആൾക്കാരൊക്കെ പിരിഞ്ഞ് പോകാൻ തുടങ്ങി കേട്ടോ ഇവിടുന്ന്. ഇനി ആനകളെയാണെന്നുണ്ടെങ്കിലും ഫുഡിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് കാട്ടിലേക്ക് തന്നെ ഇറക്കി വിടുകയാണ് ചെയ്യുക. അപ്പോൾ ആനകളൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളിനി പോകുന്ന വഴിക്ക് ആനകളെ കാണുന്നുണ്ട്. അതായത് ഇവരാണോ അതോ വേറെ കാട്ടാനയാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും അത്ര കണ്ട് പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ എന്താ പറയുക,
ടൈഗർ റിസർവ് എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും ഇവിടെ ടൈഗറാണെന്ന്. പക്ഷെ ഒരിക്കലും അല്ല കേട്ടോ. ടൈഗറിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. 2 വട്ടം വന്നിട്ട് ടൈഗറിനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ ജംഗിൾ സഫാരിക്കൊക്കെ പോകുന്നവർ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെ ആനകളൊക്കെ പോവുകയാണ്. ഈ മൃഗങ്ങളൊക്കെ രാത്രി സമയമാകുമ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ് ഹാൾട്ട് ആവാൻ വേണ്ടി വരുന്നത്. അതായത് ഉൾവനത്തിലുള്ള മൃഗങ്ങളെ പേടിച്ച്, അതായത് ടൈഗർ അല്ലെങ്കിൽ എന്താ പറയുക പുലിയൊക്കെ വരുന്നുള്ള പേടിച്ചിട്ട് അവർ ഈ റോഡ് സൈഡിൽ തന്നെ വന്നിട്ടാണ് നിൽക്കുന്നതെന്നാണ് പറഞ്ഞു കേട്ടത് കേട്ടോ. അപ്പം ഞങ്ങൾ പോവുകയാണ്. ആമിക്കുട്ടിക്ക് ആ ലാസ്റ്റ് ആ സ്റ്റാച്യൂവിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോകണം, അതിൻ്റെ പുറത്ത് കയറണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ശ്രുതി പറയണ്ടായി ഇവിടെ ഇപ്പോൾ ചൂടുകാലം ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല നല്ല പച്ചപ്പായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് തിരിച്ചു വരാമെന്ന പ്രതീക്ഷയോടുകൂടി ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. ഈ ആന ക്യാമ്പിൽ നിന്ന് പച്ചപ്പ് നിറഞ്ഞിട്ട് ഹരിതാപമായിട്ടുള്ളൊരു കാടും അല്ലെങ്കിൽ എലിഫൻറ്റ് ക്യാമ്പും കാണാൻ വേണ്ടിയിട്ട് തിരിച്ചു വരുമെന്ന് ഉറപ്പിൽ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ആമിക്കുട്ടി വളരെ സന്തോഷത്തിലാണ് കേട്ടോ. അവൾക്ക് ഇത്രയും നല്ലൊരു എന്താ പറയുക കാഴ്ചയുടെ വിരുന്നൊരുക്കി കൊടുത്തത്. അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവൾ തിരിച്ചു പോകുന്നത്. 7 മണിയോട് കൂടി ഇങ്ങോട്ടുള്ള റോഡൊക്കെ അടക്കി കേട്ടോ. പിന്നെ ഇവിടെ കൂടി വാഹനങ്ങളൊന്നും വിടില്ല. അപ്പോൾ അത് ഭയങ്കര സുരക്ഷയുടെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് മാനുണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്, മയിലുണ്ട്. അപ്പോൾ ഏതായാലും തിരിച്ച് പോകുമ്പോൾ ഞങ്ങൾ ഇവരെയൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. ഇങ്ങനെ കണ്ടുങ്ങാണ്ട് പോകുമ്പോൾ ആമിക്കും തന്നെ നല്ല സന്തോഷത്തിലാണ്. അവൾ ഒരുപാട് സ്റ്റോറി വണ്ടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്കും സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും കൂടെ നിൽക്കണേ, കട്ടയ്ക്ക് കൂടെ നിൽക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ കമൻസും കാര്യങ്ങളൊക്കെ പറയാൻ ഒട്ടും മടിക്കല്ലേ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.